ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ശനിയാഴ്ച രാത്രി നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രരാകും. കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ ചൊരിയപ്പെടും. കർത്താവ് അവർക്ക് നീതി നടത്തിക്കൊടുക്കും. ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മെ തന്നെ ഈ രാത്രിയിൽ പവിത്രീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നാളത്തെ ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ഏവരും നിർമ്മലമായ ഹൃദയത്തിന് ഉടമയാക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവേ, എൻ്റെ കൈകൾ കളങ്കമറ്റതാകണമേ, എൻ്റെ ഹൃദയം നിർമ്മലമാക്കണമേ. മറ്റുള്ളവരുടെ സമ്പത്തിന്മേൽ എൻ്റെ ശ്രദ്ധ പതിക്കുവാൻ അനുവദിക്കല്ലേ. മിഥ്യയുടെ മേൽ എൻ്റെ മനസ്സ് പതിപ്പിക്കരുതേ. കള്ളസത്യം ചെയ്യുവാൻ ഒരിക്കലും എൻ്റെ നാവിനെ അനുവദിക്കല്ലേ. നീതിമാനായ ദൈവമേ, എന്നെ തന്നെ ആത്മശോധന ചെയ്ത് പരിശുദ്ധിയുടെ ഹൃദയവും കളങ്കമറ്റ കൈകളും നിർമ്മലമായ മനസ്സും നൽകി വിശുദ്ധമായ ശരീരവും നൽകി ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ. നാളത്തെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യതയ്ക്കു വേണ്ടി അങ്ങയുടെ കരുണയുടെ കടാക്ഷം എനിക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അനന്തമായ നന്മകൾക്ക് ഞാൻ പാത്രരാകുവാൻ ഈ രാത്രിയിൽ എന്നെ പരിശുദ്ധമായ ഹൃദയത്തിനുടമയാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുവാനും വിശുദ്ധമായ മനസ്സോടുകൂടെ ഉറങ്ങുവാൻ കിടക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ചില വ്യക്തികൾ അവരുടെ പ്രത്യേക വ്യക്തിപരമായ നിയോഗങ്ങളെ സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി സുഖമായ നിദ്ര ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 24. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്കു മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങ് ഞങ്ങളോട് കരുണ ചൊരിഞ്ഞതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാളത്തെ ദിവസത്തെ
എല്ലാ ആവശ്യങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സുഖമായ നിദ്ര ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ പ്രത്യേകമായും അങ്ങയുടെ കരങ്ങളിൽ ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഈ സമയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഈ മക്കളുടെ മേൽ കരുണ ചൊരിയണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഇത് പ്രാർത്ഥിക്കുകയും ഇത് പലർക്കും ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഈ രാത്രിയിൽ നടക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. നാളെ ഞങ്ങൾ പള്ളിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പോകുമ്പോൾ ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും എടുത്തുമാറ്റി, കൈകളുടെ എല്ലാ പാപക്കറകളും മാറ്റി, മനസ്സിൻ്റെ എല്ലാ ദുഷ്ടതയും മാറ്റി, ശരീരത്തിൻ്റെ എല്ലാ പാപാവസ്ഥയും മാറ്റി, നിർമ്മലമായ പരിശുദ്ധിയുള്ള വ്യക്തികളായി മാറി നാളത്തെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ നീ അഭിഷേകം ചെയ്യണമേ. എല്ലാ ദുഷ്ടചിന്തകളിൽ നിന്നും, ആകുലതകളിൽ നിന്നും, ഭയത്തിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, വെറുപ്പിൽ നിന്നും, സകല അസ്വസ്ഥതകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, തിന്മ ഒരിക്കലും സ്പർശിക്കാത്ത തരത്തിൽ അങ്ങ് ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശക്തനായ ദൈവമേ, നിർമ്മലമായ ഹൃദയത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും കള്ളസത്യം ചെയ്യാത്ത നാവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, മറ്റുള്ളവരുടെ സ്വത്തുക്കൾക്ക് മേലെ കണ്ണുവെക്കാതെ, മറ്റുള്ളവരുടെ സമ്പത്തിന്മേൽ ആർത്തിയോടെ നോക്കാതെ, മിഥ്യയുടെ മേൽ മനസ്സ് പതിപ്പിക്കാതെ, കർത്താവേ, ഹൃദയശുദ്ധിയും ശരീരശുദ്ധിയും മനസ്സിന് ശുദ്ധിയും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ പവിത്രീകരിക്കണമേ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവീൻ എന്നരുളി ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, കോപമുണ്ടെങ്കിൽ അത് ഈ രാത്രിയിൽ അവിടുന്ന് എടുത്തു മാറ്റണമേ. എന്തെന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തട്ടെ. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. അങ്ങയുടെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കണമേ. ശരീരത്തിൻ്റെ രോഗപീഠകളിൽ നിന്ന് പരിപൂർണ മോചനം നൽകണമേ. മനസ്സിൻ്റെ ഭയത്തിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ കുറവുകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് മഹത്വത്തിൻ്റെ രാജാവാണ്. അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ അവകാശമായ അങ്ങയെ സ്വീകരിക്കുന്നതിന് മഹത്വത്തിൻ്റെ രാജാവിനെ ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും കുടുംബത്തിലും വസ്തുവകകളിലും ഏറ്റെടുത്ത് സ്വീകരിക്കുന്നതിനും അങ്ങയുടെ ഇഷ്ടാനുസരണം ജീവിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. പ്രബലനും ശക്തനുമായ കർത്താവേ, യുദ്ധവീരനായ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നവർക്കെതിരെ പോരാടുവാൻ കർത്താവേ, യുദ്ധവീരനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീതി നടത്തിച്ചു കിട്ടുവാൻ, ഞങ്ങളുടെ മേൽ മഹത്വം വ്യാപരിക്കുന്നതിന് അവിടുന്ന് എഴുന്നേൽക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ. കർത്താവേ, ഈ രാത്രിയിൽ മനസ്സ് വേദനിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വേദനയും കണ്ണുനീരും തുടച്ചു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. നിരാശയിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിൽ നിന്നും, മനസ്സിൻ്റെ അസ്വസ്ഥതയിൽ നിന്നും, ചിന്തകളുടെ പിരിമുറുക്കത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളെ തന്നെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, തലമുറയായി ഞങ്ങളിലേക്ക് ഏറ്റിരിക്കുന്ന എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ അശുദ്ധിയിൽ നിന്നും ഈ രാത്രിയിൽ ഈശോയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്കും നിന്റെ കൃപാകടാക്ഷം ചൊരിയണമേ. ഈശോയെ, കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കൃപ തരണമേ. കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നാളത്തെ പ്രഭാതം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും പരിശുദ്ധരായ ഒരു ജീവിതം നയിക്കുന്നതിന് കർത്താവെ, അതിരാവിലെ ഞങ്ങളെ ഉണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അങ്ങ് കാത്തു പരിപാലിക്കണമേ. ശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും അങ്ങ് ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വീണ്ടും ഞാൻ പ്രത്യേകം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ആഗ്രഹങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് അവരെ സഹായിക്കണമേ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എപ്പോഴും നിലനിർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെ ഭവനമാക്കി മാറ്റണമേ. ഈ രാത്രിയിൽ എല്ലാ സമാധാനത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ വിടുവിച്ച് സമാധാനത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന കർത്താവേ, സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അതിരാവിലെ ഉണർത്തുന്ന ദൈവമേ, അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായി ദൈവം ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന പുത്ര സ്വാതന്ത്ര്യം അനുഭവിച്ച് ഉറങ്ങുന്നതിന് അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, വേദനയിൽ നിന്നും, അസ്വസ്ഥതയിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, മാനസിക സംഘർഷത്തിൽ നിന്നും പരിപൂർണ സൗഖ്യവും
വിടുതലും സ്വാതന്ത്ര്യവും നൽകി, മോചനം നൽകി, സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിരാവിലെ ആയുസ്സും ആരോഗ്യവും നൽകി ശുഷ്കാന്തിയോടെ ദൈവസന്നിധിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിന് കൃപയും നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.